ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് കറണ്ട് അഫെയർസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് PSC എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി നടക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കറണ്ട് അഫെയർസ് ആനുകാലിക ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കറണ്ട് അഫെയർസ് നോക്കാം. നിങ്ങൾ ഈ വീഡിയോ മൊത്തത്തിൽ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും. മൊത്തത്തിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ ഇതൊരു ഓഡിയോ ക്ലാസ് ആണ്, അപ്പോൾ നോട്ട്സ് വേണ്ടവർ എഴുതിയെടുക്കുക. പിന്നെ വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് എന്തെങ്കിലും സജഷൻ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തേത്, കേരളത്തിലെ ആദ്യ സ്മാർട്ട് അങ്കണവാടി നിലവിൽ വന്നത് പൂജപ്പുര. കേരളത്തിലെ ആദ്യ സ്മാർട്ട് അങ്കണവാടി നിലവിൽ വന്നത് പൂജപ്പുര. 2022 രാമു കാര്യാട്ട് പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. 2022 രാമു കാര്യാട്ട് പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. 2022 ഫ്രാൻസിലെ കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിക്കുന്ന ജയരാജ് സംവിധാനം ചെയ്ത മലയാള ചിത്രമാണ് നിറയെ തത്തകളുള്ള മരം. 2022 ഫ്രാൻസിലെ കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിക്കുന്ന ജയരാജ് സംവിധാനം ചെയ്ത മലയാള ചിത്രമാണ് നിറയെ തത്തകളുള്ള മരം. ഓക്കെ, അപ്പോൾ ഇത് ആരാണ് സംവിധാനം ചെയ്തത് എന്നുള്ളത് ചോദിക്കാം. ജയരാജാണ് സംവിധാനം. പിന്നെ ഇത് എവിടെയാണ് പ്രദർശിപ്പിക്കുന്നതെന്ന് ചോദിക്കാം, സ്ഥലം ചോദിക്കാം. ഫ്രാൻസിലെ കാൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാം, ശ്രദ്ധിച്ച് പഠിക്കാം. അടുത്തത്, കോസ്റ്ററിക്കയുടെ പുതിയ പ്രസിഡൻ്റായി അധികാരമേറ്റത് ആരാണ്? കോസ്റ്ററിക്കയുടെ പുതിയ പ്രസിഡൻ്റായി അധികാരമേറ്റത് റോഡ്രിഗോ ഷാവേസ് ആണ് കോസ്റ്ററിക്കയുടെ പുതിയ പ്രസിഡൻ്റായി അധികാരമേറ്റത്. കേരളത്തിൽ ഹെർമൻ ഗുണ്ടർട്ട് മ്യൂസിയം നിലവിൽ വന്ന സ്ഥലം. കേരളത്തിൽ ഹെർമൻ ഗുണ്ടർട്ട് മ്യൂസിയം നിലവിൽ വന്ന സ്ഥലം കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി. അടുത്തിടെ അന്തരിച്ച യുക്രൈൻ്റെ ആദ്യ പ്രസിഡൻ്റാണ് ലിയനിഡ് ക്രാവ്ചുക്ക്. ഈ വർഷം ഹരിയാനയിൽ വെച്ച് നടക്കുന്ന 4ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2021 ഭാഗ്യചിഹ്നം. ഈ വർഷം ഹരിയാനയിൽ വെച്ച് നടക്കുന്ന 4ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2021 ഭാഗ്യചിഹ്നം ധാക്കഡ് എന്ന കാള. അപ്പോൾ ഈ വർഷം ഹരിയാനയിൽ വെച്ച് നടക്കുന്ന ഖേലോ ഇന്ത്യൻ യൂത്ത് ഗെയിംസ് എത്രാമത്തെയാണെന്നുള്ളത് ചോദിക്കാം കേട്ടോ. 4ാമത്തെയാണ്. 4ാമത്തെ ഖേലോ ഇന്ത്യൻ യൂത്ത് ഗെയിംസ് ആണ് 2021. അതിൻ്റെ ഭാഗ്യചിഹ്നം ധാക്കഡ് എന്ന കാളയാണ്. ഓക്കെ, അടുത്തത്, ഫിലിപ്പീൻസിൻ്റെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഫിലിപ്പീൻസിൻ്റെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫെർഡിനാസ് മാർക്കോസ് ജൂനിയർ ആണ് ഫിലിപ്പീൻസിൻ്റെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആദ്യമായി വനിതാ ഡോഗ് സ്ക്വാഡിനെ ഉൾപ്പെടുത്തുന്ന അർദ്ധസൈനിക സേന ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്. 2022 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭൻ. സാഹിത്യ പുരസ്കാരം ലഭിച്ചത് 2022 ആർക്കാണ്? ടി പത്മനാഭൻ. ഈ വർഷത്തെ ടെമ്പിൾട്ടൺ പുരസ്കാരം ലഭിച്ച നോബൽ ജേതാവായ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞൻ. ഈ വർഷത്തെ ടെമ്പിൾട്ടൺ പുരസ്കാരം ലഭിച്ച നോബൽ ജേതാവായ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞനാണ് ഫ്രാങ്ക് വിൽചെക്ക്. വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പ്രഥമ വിവേകാനന്ദ നാട്യരത്ന പുരസ്കാരം ലഭിക്കുന്ന കഥകളി നടൻ. വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പ്രഥമ വിവേകാനന്ദ നാട്യ രത്ന പുരസ്കാരം ലഭിക്കുന്ന കഥകളി നടൻ മാർഗി വിജയകുമാർ. ഹംഗറിയുടെ ആദ്യ വനിതാ പ്രസിഡൻ്റായി നിയമിതയായത് കാതലിൻ നൊവാക്കാണ് ഹംഗറിയുടെ ആദ്യ വനിതാ പ്രസിഡൻ്റായി നിയമിതനായത്. ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് റനിൽ വിക്രമസിംഗെയാണ് ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത്.
ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹിന്ദ രാജപക്സെ രാജിവെച്ചത് എന്ന്. ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹിന്ദ രാജപക്സെ രാജിവെച്ചത് എന്ന്. 2022 മെയ് 9 അദ്ദേഹം രാജിവെച്ചത്. ഫോബ്സിൻ്റെ 2021 കണക്ക് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റിയ കായിക താരങ്ങളിൽ ഒന്നാമത്. ഫോബ്സിൻ്റെ 2021 കണക്ക് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റിയ കായിക താരങ്ങളിൽ ഒന്നാമത് ലയണൽ മെസ്സി. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ബംഗ്ലാ അക്കാദമിയുടെ പ്രഥമ പുരസ്കാരം നേടിയ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പുസ്തകം കവിത ബിതാൻ. സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ബംഗ്ലാ അക്കാദമിയുടെ പ്രഥമ പുരസ്കാരം നേടിയ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പുസ്തകമാണ് കവിത ബിതാൻ. സ്വകാര്യ സ്വത്തിൽ ഒരു ശവകുടീരമോ ശ്മശാനമോ നിർമ്മിക്കുന്നതിന് ജില്ലാ കളക്ടറുടെ അനുമതി വേണമെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതി. സ്വകാര്യ സ്വത്തിൽ ഒരു ശവകുടീരമോ ശ്മശാനമോ നിർമ്മിക്കുന്നതിന് ജില്ലാ കളക്ടറുടെ അനുമതി വേണമെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതി. ഇന്ത്യയിൽ ചികിത്സ തേടുന്ന വിദേശികളുടെ സഹായത്തിനും സൗകര്യത്തിനുമായി ഏർപ്പെടുത്തുന്ന പോർട്ടൽ വൺ സ്റ്റെപ്പ്. 30 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഇന്ത്യയുടെ ഏറ്റവും വിജയകരമായ ഏത് കൗണ്ടർ ഇൻസർജൻസി വിപരീത കലാപം ഓപ്പറേഷൻ അതിജീവിച്ച സൈനികരെയാണ് മെയ് 9 അർദ്ധ സൈനിക സേനയായ ആസാം റൈഫിൾസ് ആദരിച്ചത്? ഓപ്പറേഷൻ ദുതി. ഒന്നുകൂടി നോക്കാം. 30 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഇന്ത്യയുടെ ഏറ്റവും വിജയകരമായ ഏത് കൗണ്ടർ ഇൻസർജൻസി അതായത് വിപരീത കലാപം ഓപ്പറേഷൻ അതിജീവിച്ച സൈനികരെയാണ് മെയ് 9 അർദ്ധ സൈനിക സേനയായ ആസാം റൈഫിൾസ് ആദരിച്ചത്? ഓപ്പറേഷൻ ദുതി. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി കൂടുതൽ കറണ്ട് അഫെയർസുമായിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.